പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് എന്ന ചെറു രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. സന്ദർശിച്ച ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും പരമോന്നത ബഹുമതികൾ നേടിയ ലോകത്തെ ആദ്യത്തെ ഭരണാധികാരിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുകയാണ്. അദ്ദേഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ള പ്രവർത്തനം, ഭരണപരിചയം രാജ്യത്തെ വികസനത്തിലേക്ക് നയിച്ചത്, രാജ്യത്ത് നടന്നുവരുന്ന ജനോപകാരപ്രദമായ ജനകീയമായ പദ്ധതികൾ, ലോകത്തിന് ഇന്ത്യ എന്ന രാജ്യം നൽകുന്ന സംഭാവനകളിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ് പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തങ്ങളുടെ രാജ്യത്തെ പരമോന്നത ബഹുമതികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സീഷെൽസിൽ വലിയ ആരവത്തോടുകൂടിയാണ് അവിടുത്തെ ജനതയും ഇന്ത്യൻ ജനതയും പ്രധാനമന്ത്രിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരവേറ്റത്. എല്ലാവരും പ്രധാനമന്ത്രിയെ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും രാജ്യത്തിനും ലോകത്തിനും പരോപകാരപ്രദമായ ജനോപകാരപ്രദമായ പദ്ധതികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പോട്ട് പോകുന്നു. അതിനിടയ്ക്കാണ് ഈ ബഹുമതികളൊക്കെ തന്നെ അദ്ദേഹത്തെ തേടി എത്തുന്നത്. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനുമായി നൽകിയ മികച്ച സംഭാവനകൾ മാനിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ എന്ന പുരസ്കാരം സമ്മാനിച്ചത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സീഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് തലസ്ഥാനമായ വിക്ടോറിയയിലെ സ്റ്റേറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ വെച്ച് സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനി ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഹരിത വികസന അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സുസ്ഥിരമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും നരേന്ദ്രമോദി നടത്തുന്ന നിരന്തരമായ ശ്രമങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് സീഷെൽസും തങ്ങളുടെ പരമോന്നത ബഹുമതി ഗാർഡൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. സർക്കാരിനും ജനങ്ങൾക്കും പ്രസിഡന്റിനും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഈ പുരസ്കാരം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്ന എല്ലാ രാജ്യങ്ങൾക്കുമായി സമർപ്പിക്കുന്നതായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി. വരും തലമുറകളോടുള്ള ഉത്തരവാദിത്വമായി കണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന രാജ്യങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇതെന്നും ഭൂമിയെ കൂടുതൽ പച്ചപ്പുള്ളതാക്കാൻ അന്താരാഷ്ട്ര സോളാർ അലയൻസ് ഉൾപ്പെടെയുള്ള ആഗോള ശ്രമങ്ങളുമായി ഇന്ത്യ മുന്നിലുണ്ട് എന്ന കാര്യവും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും നാടിൻ്റെ വികസനം മാത്രമല്ല, ലോകത്തിൻ്റെ വികസനം, വരും തലമുറയോടുള്ള ഉത്തരവാദിത്വം, അതുപോലെ തന്നെ ലോക സമാധാനത്തിന്, ലോകത്തിൻ്റെ നന്മയ്ക്കായി കാലങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ഇദ്ദേഹം PR വർക്ക് നടത്തിയും അല്ലെങ്കിൽ വീഡിയോ എടുത്തും പല രീതിയിൽ ജനങ്ങളുമായി സംവദിച്ചുമൊക്കെ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുമൊക്കെ ഇദ്ദേഹം ഒരുപാട് ഇത്തരം വീഡിയോ ഇട്ട് ഒക്കെയാണ് പ്രശസ്തനാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിലാണ് അദ്ദേഹം മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ആരോപണമാണ് പലകുറി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. പക്ഷേ തീർച്ചയായിട്ടും ഓർക്കുക, ഇത്രയും വിദേശ രാജ്യങ്ങൾ, 30-ലധികം വിദേശ രാജ്യങ്ങൾ അദ്ദേഹത്തിന് പരമോന്നത ബഹുമതികൾ, തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികൾ നൽകിയെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന യഥാർത്ഥ ആദരമാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾക്ക് നൽകുന്ന അംഗീകാരമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ആഗോള നയതന്ത്ര വിഷയങ്ങളിൽ ഇടപെടൽ, അതുപോലെ തന്നെ ലോകസമാധാനത്തിനു വേണ്ടിയുള്ള നിഷ്പക്ഷമായ നിലപാടുകൾ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായി നടത്തുന്ന സൗഹൃദപരമായ ഇടപെടലുകൾ ഒക്കെ തന്നെ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനും കൃത്യമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും, അതുപോലെ തന്നെ പ്രകൃതിയെ രക്ഷിക്കുന്നതിനും പ്രകൃതിയെ പച്ചപ്പുള്ളതാക്കുന്നതിനും, ഇവിടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും, അതുപോലെ ജനങ്ങളുമായി ചേർന്ന് ജനങ്ങളുടെ ആരോഗ്യവും ജനങ്ങളുടെ ഭാവിയുമാണ് വലുത്, ലോകത്തിന് തന്നെ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് തന്നെ എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തികൾക്കുള്ള അംഗീകാരങ്ങൾ കൂടിയാണ് ഈ ബഹുമതികളൊക്കെ തന്നെ. ഇപ്പോൾ ഈ സീഷെൽസിൽ നിന്ന് ഈ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങിയതോടുകൂടി അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്തമുള്ളവനായി മാറുകയാണ് എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ കൂടി ലോകത്തിനു വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അത് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയും അദ്ദേഹത്തിൻ്റെ വിദേശ ബന്ധങ്ങളെയും ഒക്കെ തന്നെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർ പോലും ഈ ഒരവസരത്തിലൊക്കെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത.